യൂത്ത് ഗൈഡിലേക്ക് എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ പെൺകുട്ടികളുടെ ലൈംഗികത എന്നതാണ് നമ്മുടെ വിഷയം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രശസ്ത സൈക്കോളജിസ്റ്റായ ശ്രീ ഗ്രേസ് ലാലാണ്. മാഡം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആൺകുട്ടികളുടെ ലൈംഗികതയെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. ഇനി പെൺകുട്ടികളുടെ ലൈംഗികതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പെൺകുട്ടികളുടെ ലൈംഗികതയെക്കുറിച്ച് ഇന്ന് ഒത്തിരിയേറെ ആശങ്കകളും ഉത്കണ്ഠകളും നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. കാരണം പണ്ടത്തെ കാലത്ത് ഇതിൽ നിന്ന് വളരെ നേരത്തെ ലൈംഗികപരമായ മാറ്റങ്ങൾ പെൺകുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടൊരു പെൺകുട്ടി പക്വതയിലെത്തുക എന്ന് പറയുന്നത് ഒരു 13-14 വയസ്സിൽ സംഭവിച്ചിരുന്ന, അതായത് ഒരു ഹൈസ്കൂൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്. പക്ഷേ ഇന്ന് പെൺകുട്ടികൾ വളരെ നേരത്തെയാണ് പക്വതയിലെത്തുക. പ്യൂബർട്ടി എന്ന് പറയുന്നത് സംഭവിക്കുന്ന 3ാം ക്ലാസ് 4ാം ക്ലാസ് മുതലാണ്. അപ്പോൾ വളരെയേറെ നേരത്തെ ഇവർക്ക് ഈ ആർത്തവം സംഭവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഉത്കണ്ഠയാണ്. കുട്ടികളുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം പറഞ്ഞാൽ, ഒന്ന്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതുണ്ട്, അവർ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടതുണ്ട്. പണ്ടത്തെ ഭക്ഷണമൊന്നും അല്ലല്ലോ പിള്ളേർക്ക് കൊടുക്കുന്നത്. പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഒത്തിരി ജങ്ക് ഫുഡ്സും മറ്റേതും മറിച്ചും ഒക്കെ കഴിക്കുന്നത് കൊണ്ട് നേരത്തെ തന്നെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൽ കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ അമ്മയാവാൻ പ്രകൃതി അവളെ മാറ്റി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒത്തിരി റെസ്ട്രിക്ഷൻസ് കൊടുക്കും. കാരണം അവരോട് മിണ്ടരുത്, ഇവരോട് മിണ്ടരുത്, ആണുങ്ങൾ തൊടരുത്, ഇങ്ങനെ നമ്മൾ ഒത്തിരി റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ ഒത്തിരി റെസ്ട്രിക്ഷൻസ് കൊടുക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, സ്വാഭാവികമായിട്ട് അവർക്ക് ഒരു കൺഫ്യൂഷൻ വരും. അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നാച്ചുറൽ, പിന്നെ സാധാരണ സംഭവിക്കുന്നതല്ലേ. ആണും പെണ്ണുമായിട്ട് മാറേണ്ടത് അത് സാധാരണ പ്രകൃതി നിയമമാണ്. അത് നേരത്തെ സംഭവിക്കുന്നു. അതാണ് ഒരു മാറ്റമുള്ളത്. അപ്പോൾ അവർക്ക് ഈ ഹോർമോൺ ചേഞ്ച് ചെയ്യുന്നതോടെ പെട്ടെന്ന് ദേഷ്യം വരാൻ തുടങ്ങുന്നു, അവരുടെ ഇഷ്ടങ്ങൾ മാറുന്നു, പെൺകുട്ടികളുടെ സ്വഭാവങ്ങൾ, നാണം. പണ്ടത്തെ കുട്ടികളിൽ നാണം, അടക്കം, ഒതുക്കം, ഇങ്ങനെ പെൺകുട്ടികൾക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റി ഗുണങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്രയും നാണവും അടക്കവും ഒതുക്കവും ഒന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷേ കുറച്ചും കൂടി അവർ ബോൾഡായിട്ട് മാറുന്നുണ്ട്. നമ്മളും പെൺകുട്ടികളെ കുറച്ച് ബോൾഡായിട്ട് വളർത്തുന്നുമുണ്ട്. കാരണം ഇന്നത്തെ വീട്ടിൽ ഒന്നുകിൽ 2 പെൺകുട്ടികൾ, അല്ലെ 2 ആൺകുട്ടികൾ, അല്ലെ ഒരാണും ഒരു പെണ്ണും. ഇതാണ് ഇപ്പോഴത്തെ ഒരു രീതി. 2 എണ്ണം അല്ലേ ഉള്ളൂ. അപ്പൊ ഈ 2 പെണ്ണ് വളരുമ്പോഴും ഒരാണും പെണ്ണും വളരുമ്പോഴും ഒക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കാരണം 2 പെൺകുട്ടികളെ ഉള്ളെങ്കിൽ അവരെ ആൺകുട്ടികളായിട്ട് വളർത്തേണ്ടി വരും. കാരണം ബാങ്കിൽ പോകേണ്ടവരായിരിക്കും, കടയിൽ പോകേണ്ടവരായിരിക്കും. അപ്പൊ ഈ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന പരിശീലനം ഒരാണിന് കൊടുക്കുന്ന പരിശീലനം. പിന്നെ ഈ അമ്മമാർക്ക് വേറൊരു സ്വഭാവമുണ്ട്. അപ്പൊ ആൺകുട്ടികൾ ഉണ്ടായിട്ടില്ല, പെൺകുട്ടികളെ ഉള്ളെങ്കിൽ എടാ മോനെ എന്ന് വിളിച്ചു തുടങ്ങും. എടാ ചെറുക്ക മോനെ. ചിലപ്പോൾ ആണിന്റെ പേരിടും, ആണിന്റെ ഉടുപ്പങ്ങ് ഇടിപ്പിക്കും. അമ്മയുടെ സന്തോഷം അത്, അമ്മയ്ക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയാ. പക്ഷെ അതൊക്കെ കുട്ടികളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. മാനസികമായിട്ട് ഒരു ആണത്വം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 പെൺകുട്ടികൾ വളരുന്നതിൽ 2-3 പെൺകുട്ടികളുടെ ഇടയിൽ ഒരാണ് വളരുന്ന സ്വഭാവം, അതെല്ലാം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗികതയെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക. കാരണം ആൺകുട്ടികൾക്ക് വരുന്ന പോലുള്ള കുഴപ്പങ്ങളല്ല പെൺകുട്ടികൾക്ക് വരുന്നത്. കാരണം അവരൊത്തിരിയേറെ ആകർഷണം ഉണ്ടാകും. പെൺകുട്ടികളിൽ ഈ ലൈംഗികത വളരുന്നതോടെ ഭംഗി കൂടും, അവരുടെ ശാരീരികമായ ഷേപ്പിലൊക്കെ വ്യത്യാസം വരും, അവരുടെ നോട്ടത്തിലും ഭാവത്തിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ പെട്ടെന്ന് അട്രാക്ഷൻ വരും. ആരും അവരിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ ആരെങ്കിലും അവരിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടാൽ ചെന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ഒരു ഇഷ്ടം ആ പ്രായത്തിൽ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അവരെയും പെൺകുട്ടികളെയും സൂക്ഷിക്കുക. അവരുടെ സൗഹൃദങ്ങൾ, വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ, അവരെ ആവശ്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്പിലേക്ക് വിടാതിരിക്കുക. പിന്നെ ഈ കസിൻസിൻ്റെ വീടുകളിൽ, അമ്മ വീടുകളിലൊക്കെ, പണ്ടൊക്കെ അവധിക്കാലം നമുക്ക് അമ്മ വീടുകളിലോ അമ്മാവന്മാരുടെ വീടുകളിലൊക്കെ പോയി നിൽക്കാമായിരുന്നു. പക്ഷെ ഇന്ന് പെൺകുട്ടികളെ അങ്ങനെ വിടുന്നതിനോട് ഞാൻ ഒത്തിരിയേറെ എതിരാണ്. കാരണം എനിക്ക് വരുന്ന കേസുകളിലൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കുട്ടികൾ ഒത്തിരിയേറെ കുഴപ്പങ്ങളുമായിട്ട് തിരിച്ചു വന്നിട്ടുള്ളത്. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി തൊട്ട് പ്രഗ്നൻ്റ് ആയ കേസുകൾ എനിക്ക് വന്നിട്ടുണ്ട്.
വെറും 13 വയസ്സ്, 7 മാസം പ്രഗ്നൻ്റ് ആയ കുട്ടി. ഒത്തിരി വേദനിപ്പിച്ച കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 9-10 വയസ്സാകുന്നതോടുകൂടി തന്നെ അമ്മ വേണ്ട നിർദ്ദേശങ്ങൾ, വേണ്ട അറിവ് കുട്ടിക്ക് കൊടുക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ആദ്യമേ തന്നെ ഈ ആർത്തവം വരുന്നതിന് മുമ്പ് ശാരീരികമായി ഇങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറയണം. അപ്പോൾ കൊച്ചിന് പേടിയില്ലാതെ അതിനെ സമീപിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അല്ല അമ്മ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സെമിനാറുകളിലൊക്കെ കൊണ്ടുപോയാൽ അനാറ്റമി, ശരീരശാസ്ത്രം, എന്താണ് ഉള്ളിൽ സംഭവിക്കുക, അതിന്റെ സയന്റിഫിക് ആയിട്ട് എന്താ സംഭവിക്കുക, അത് പെൺകുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പം അത് അമ്മമാര് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലാത്തവർ എൻ്റെ അടുത്ത് കൊണ്ടുവരാറുണ്ട്, ക്ലിനിക്കിൽ കൊണ്ടുവരാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുമുണ്ട്. പക്ഷെ ലൈംഗികത എന്ന് പറയുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭംഗിയും കൂടുതൽ ആകർഷണത്വം ഒക്കെ വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവരൊത്തിരിയേറെ മറ്റ് വേണ്ടാത്ത ചീത്ത കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളും വളരെയേറെ കൂടുതലാണ്. കാരണം എനിക്ക് ഇപ്പോൾ വരുന്ന കേസുകളിൽ 8ാം ക്ലാസ് തൊട്ട് പ്രേമം, 5ാം ക്ലാസ് തൊട്ടുണ്ട് കേട്ടോ. അതെ, അത് നേരത്തെ തൊട്ട് ഇപ്പൊ സ്കൂളിലാണെങ്കിലും അതെ 2ലോ 3ലോ തൊട്ട് തന്നെ തുടങ്ങും ലവ് ലെറ്റർ കൊടുക്കാനും. 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചിന്റെ പ്രേമലേഖനത്തിന്റെ അവസാനം അവളെന്ന് സ്വന്തം ഭാര്യ ഒപ്പന്ന വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഭാര്യ എന്ന കൺസെപ്റ്റിലേക്ക് അവള് വന്നു കഴിഞ്ഞു. എന്തായാലും കുട്ടികളിൽ ഇത്തരം ചിന്തകള് നേരത്തെ വരുന്നു. അത് മുതിർന്നവർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം എനിക്ക് ചിലപ്പോൾ ഈ പഠന വൈകല്യങ്ങളൊക്കെ ആയിട്ട് പെൺകുട്ടികളെ കൊണ്ടുവരുമ്പോഴേ, ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞു, ചേച്ചിമാരും ചേട്ടന്മാരും കൊണ്ട് ആടിപ്പാടി നടക്കുന്നത് കാണുമ്പോഴത്തേക്ക് വെളിയിലെ ലൈംഗികത ഉണരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ പെൺകുട്ടികളില് എന്താ പറയാ, കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ആൺകുട്ടികളെക്കാൾ. കാരണം അവര് നശിപ്പിക്കപ്പെടാൻ അല്ലെങ്കിൽ ദുരുപയോഗിക്കപ്പെടാൻ ഒത്തിരിയേറെ സാധ്യതയുണ്ട്. അതാണ് അമ്മമാര് ശ്രദ്ധിക്കേണ്ട കാര്യം. അമ്മമാർക്കെല്ലാം ആശങ്കയാണ് കേട്ടോ. പെൺകുട്ടികൾ വളർന്നു വരുന്നതോടെ അമ്മമാരിൽ ഒത്തിരി ആശങ്കകൾ കൂടാറുണ്ട്. ഈ ആശങ്കകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കൊരു കത്ത് വന്നിട്ടുണ്ട്. ഒരമ്മയുടെ ആധി തന്നെയാണ്. 2 പെൺമക്കളുടെ അമ്മയാണ് ഞാൻ. അവർ വളരാൻ തുടങ്ങിയതോടെ എനിക്ക് ആധി കൂടി. പീരീഡ് ആകുമ്പോൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യും, ചീത്തയാകാതെ എങ്ങനെ സൂക്ഷിക്കും? പെൺകുട്ടികളുടെ വിശുദ്ധിയെക്കുറിച്ച് കൂടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാലും അവരുടെ പുറകെ നടന്ന് ഉപദേശിക്കാൻ എൻ്റെ ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് ഭയങ്കര ആധിയാണെന്ന് തന്നെയാണ് അവർ എഴുതിയേക്കുന്നത്. അവർ ചെയ്യുന്നത് ശരിയല്ല ഒരിക്കലും. പെണ്ണായാലും ആണായാലും നമ്മുടെ പിള്ളേരല്ലേ. അപ്പൊ ആണിനും പെണ്ണിനും അതൊരു ബയോളജിക്കൽ ഡിഫറൻസ് ആണ്. ദൈവം തന്നെ നമുക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ അതിനിപ്പോ അമ്മ ആദ്യം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് പെൺകുട്ടികളും പഠിച്ച് നല്ല ജോലി നേടി നല്ല പൊസിഷനിലായി സമൂഹത്തിൽ വളരെ മാന്യമായി ജീവിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ലേ പെൺകുട്ടികൾ. അപ്പൊ പിന്നെ അമ്മ അത്ര ആദ്യ പെൺകുട്ടികളെ കുറിച്ച് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ അമ്മയ്ക്ക് പെൺകുട്ടികളെ ഇങ്ങനെ സൂക്ഷിക്കണം, വിശുദ്ധയായിട്ട് സൂക്ഷിക്കണം, അത് കൊച്ചിലെ മുതലേ വല്യമ്മമാരും അമ്മമാരൊക്കെ അമ്മയ്ക്കും പറഞ്ഞു കൊടുത്ത ഒരു കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആൺപെൺ സൗഹൃദങ്ങളൊക്കെ വ്യത്യാസമാണ്. കള്ളന്മാര് സ്ഥിരം ചൊല്ലുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇല വന്ന് മുള്ളേ വീണാലും കേടയിലേക്ക് തന്നെയാണ്. ഇപ്പൊ അതൊക്കെ മാറിയത് പഴഞ്ചൊല്ലാണ്. പുതിയ ചൊല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. പക്ഷെ അമ്മയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, കുട്ടികളെ ഉപദേശിച്ച് പിറകെ നടന്നാല് അവര് നേരെ എതിര് കാണിക്കും, എതിര് സ്വഭാവം കാണിക്കും, എതിർപ്പും മനോഭാവം അവർക്ക് കൂടും. എന്നാ പിന്നെ എന്താ സംഭവിക്കുന്നത്, എന്താ നടക്കട്ടെ, അമ്മയെ എതിർക്കാനുള്ള മനോഭാവം. അതിനേക്കാളും നല്ലത് അമ്മ വല്ലപ്പോഴും ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ അവർക്ക് ഉപദേശം കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അല്ല, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ടല്ലോ. അവർക്ക് അവരുടെ സുഹൃത്തുക്കൾ ആരാണ്, അവരെവിടെയാ പോകുന്നത്, അവരെവിടെയാ സമയം സ്പെൻഡ് ചെയ്യുന്നത്, ആവശ്യമില്ലാത്തതിന് സ്പെൻഡ് ചെയ്യാറുണ്ടോ, അതൊക്കെ അമ്മയ്ക്ക് ചോദിക്കാവുന്ന കാര്യമല്ലേ. പിന്നെ അമ്മയ്ക്ക് നല്ലൊരു ബന്ധം ഉണ്ടാകണം മകളുമായിട്ട്. അതെപ്പോഴും പെൺകുട്ടികൾ ഈ കൗമാരപ്രായത്തിലേക്ക് വന്നു കഴിയുമ്പം അമ്മയും ആ മകളും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢതരമാണെങ്കിൽ കുട്ടി ഒരു വഴിക്കും ചീത്തയാകാനുള്ള യാതൊരു സാധ്യത. ഈ അമ്മമാരുടെ ഒരു കുഴപ്പം എന്നാന്ന് പറയാ, ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോ തന്നെ പലതും പറയാൻ ആഗ്രഹിച്ചാ വരുന്നത്. അത് കേൾക്കാനുള്ള മനസ്സിൽ പോകുന്നുണ്ടോ, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കും. അപ്പൊ ഈ ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികളും അമ്മയും തമ്മിലുള്ള ബന്ധം അവിടെ ഒന്ന് അകലും. പിന്നെ രണ്ടാമത് അമ്മയ്ക്ക് ഒത്തിരി ജോലി ഉണ്ടായിരിക്കും, അമ്മായിമോട് ദേഷ്യപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്, നാത്തൂമാരോടോ കെട്ടിയനോടോ പിണങ്ങി, ഇത് മുഴുവൻ ഈ പിള്ളേരുടെ അടുത്താണല്ലോ പിള്ളേർ വരുമ്പോൾ. അപ്പൊ പിള്ളേർക്ക് അങ്ങനെ ഒരു ബന്ധം അമ്മയോടൊരു നല്ല ബന്ധം ഉണ്ടാവുന്നില്ലെങ്കിൽ വേറെ ബന്ധങ്ങൾ, വേറെ സൗഹൃദങ്ങൾ തേടി അവർ പോകും. അപ്പൊ പെൺകുട്ടികൾക്ക് ഒത്തിരി സൗഹൃദങ്ങൾ വേറെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഒത്തിരി സൗഹൃദങ്ങളിലേക്ക്, ആൺകുട്ടികളെ പോലല്ല, പെൺകുട്ടികൾ വേണ്ടാത്ത സൗഹൃദങ്ങളിലേക്ക്, മുതിർന്നവരുമായിട്ടുള്ള സൗഹൃദങ്ങളിലേക്ക് പെൺകുട്ടികൾ പോകുന്നു. അതായത് അവരുടെ കൂടെ പഠിക്കുന്നവരല്ല പലപ്പോഴും അവരുടെ സുഹൃത്തുക്കൾ. ഈ ഫേസ്ബുക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയല്ല, അല്ലാതെ അവർ കണ്ടുപിടിക്കുന്ന കണ്ടക്ടർ, ഡ്രൈവർ, ഓട്ടോറിക്ഷ ഡ്രൈവർ, അവർ ക്ലാസ് ഒന്നും നോക്കില്ല.
അതൊന്നും നോക്കില്ല. അങ്ങനെ ഒത്തിരിയേറെ കുട്ടികൾ സൗഹൃദങ്ങൾ തേടി പോകുന്നുണ്ട്. അല്ല, ഈ പെൺകുട്ടികൾ പലതും ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെയും അല്ലെങ്കിൽ ബസ്സിലെ കണ്ടക്ടറുടെയും ഒക്കെ പുറകെ പോകുന്നത് അതിന്റെ കാരണം വീട്ടിൽ ഇവർക്ക് അതിനുള്ളൊരു സ്നേഹം കിട്ടുന്നില്ല, തലോടൽ കിട്ടുന്നില്ല, അവർക്കൊരു കെട്ടിപ്പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ ഒരു അമ്മയ്ക്ക് പറ്റുന്നില്ല, അല്ല ചേച്ചിക്ക് പറ്റുന്നില്ല. അപ്പൊ ഉള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ഫ്രീ ആയിട്ട് ഇത് കൊടുക്കാൻ ഇപ്പുറത്ത് ആളുണ്ട്. അപ്പോൾ അത് കണ്ടക്ടർ ഒന്ന് മുട്ടും ഒന്ന് തട്ടും, അല്ലെങ്കിൽ അപ്പൊ അതിനകത്ത് അവരൊരു ഇൻട്രസ്റ്റ് കണ്ടെത്തും. അതുകൊണ്ട് അത് ഞാനെപ്പോഴും പറയാറുണ്ട്, എനിക്ക് വരുന്ന കേസുകളിൽ അമ്മമാര് മക്കളെ കെട്ടിപ്പിടിക്കുകയും അത് എപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കണമെന്നോ ചോറ് വാരി കൊടുക്കണം, അതിലൊക്കെ ഞാൻ എതിരാ. കാരണം ഈ വേറൊരു കുഴപ്പമുണ്ട്, ഈ അമ്മമാർ ആവശ്യമില്ലാതെ പിള്ളേരെ വഷളാക്കുന്നുണ്ട്. ഓവർ പ്രൊട്ടക്ഷൻ വേണ്ട, പക്ഷെ അത്യാവശ്യം എക്സ്പ്രഷൻ ഓഫ് ലവ്, ലവ് എക്സ്പ്രസ് ചെയ്യുക, അല്ലാതെ എങ്ങനെ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ആ ലവ് ഒന്ന് ഫീൽ ചെയ്യണം. അമ്മയുടെ സ്നേഹം, അമ്മയുടെ സ്നേഹം. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണേ കഴിച്ചോ, അത് സ്നേഹമല്ല. പിള്ളേർ 4 മണിക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ കൂടെ ഒന്ന് ഇരിക്കാൻ ഇച്ചിരി സമയം കണ്ടെത്തി, അല്ലെ നല്ലതാണ് മക്കളെ അമ്മ ഏത്തക്കപ്പം ഉണ്ടാക്കിയത്, അല്ലെ അമ്മ ഇതുണ്ടാക്കി, എനിക്കിഷ്ടമല്ലേ ഇത്, അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പിള്ളേർക്ക് അതൊരു സന്തോഷമാകും. ഇതങ്ങനെയല്ല, അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണേ എടുത്ത് കഴിച്ചോളാൻ പറയും. അപ്പൊ അവിടെ പിള്ളേർക്ക് ആ കരുതൽ കിട്ടുന്നില്ല എന്നൊരു തോന്നൽ. പിന്നെ അപ്പൻ്റെ കൂടെ വളരുന്ന പെൺകുട്ടികൾ, ഇപ്പം എനിക്ക് 1-2 അനുഭവങ്ങളുണ്ട്. അമ്മമാർ വിദേശത്ത് ജോലി ചെയ്യുന്നു, അപ്പന്മാരാണ് ഇവിടെ പിള്ളേരെ നോക്കുന്നതും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. ഈ അപ്പൻ +2 പഠിക്കുന്ന മകള് കഷ്ടപ്പെടണ്ടല്ലോ എന്നോർത്തോണ്ട് മകളുടെ തുണി നനച്ചു കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും പാചകം ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും അപ്പൻ തന്നെ ചെയ്യുന്നു. അമ്മ വല്ലപ്പോഴും ഒന്ന് വരുന്നു. അങ്ങനെയുള്ള ഒരു കുട്ടി എത്രയും പെട്ടെന്ന് മറ്റു പ്രേമബന്ധങ്ങളിലേക്കും ഒക്കെ വഴുതി വീഴുന്നുണ്ട്. അതെ, സിംഗിൾ പേരന്റ് വളർത്തുന്ന, അത് അപ്പൻ വളർത്തിയാലും അമ്മ വളർത്തിയാലും അത് സംഭവിക്കാം. എപ്പോഴും അപ്പനും അമ്മയും കൂട്ടി വളർത്തുന്നതാണ് കുട്ടികൾക്ക് നല്ലത്. പക്ഷെ നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ സാമ്പത്തികമായിട്ട് വളരെ മോശമാകുന്ന സാഹചര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അമ്മ ഇറ്റലിക്ക് കയറി പോകുന്ന ഒരു നേഴ്സായിട്ട്, നമുക്കത് പറയാതിരിക്കാൻ, അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ അമ്മയ്ക്കും അപ്പനും പറ്റുന്ന രീതിയിൽ അച്ചടക്കത്തോടെ പിള്ളേരെ വളർത്താൻ ആ സിംഗിൾ പേരന്റിനാവണം. അവിടെയാണെങ്കിൽ ആ അമ്മയ്ക്ക് നല്ലൊരു ബന്ധം ഈ മകളുമായിട്ട് എന്നും സൂക്ഷിക്കാൻ പറ്റും. വൈകുന്നേരം എന്നും ഒന്ന് വിളിക്കുക, ഒന്നര വിട്ടെങ്കിലും മോളെ ഒന്ന് വിളിക്കുക, എങ്ങനെയുണ്ട് മോളെ, സ്കൂളിലെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്, പപ്പ എങ്ങനെയുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരി, ഒന്ന് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നും എന്ന് അറിഞ്ഞാൽ മകള് ഹാപ്പി ആയിരിക്കും. അല്ല, ഇതിപ്പോ എന്നാ പറയാ, പിള്ളേരെ വിളിക്കുമ്പോ ചോദിക്കുന്നത് ഈ അപ്പൻ എങ്ങനെയുണ്ട് വല്ലതും കഴിച്ചോന്നൊന്നും ആയിരിക്കില്ല. നീ പഠിച്ചോ, നിനക്ക് മാർക്ക് എത്ര ഉണ്ടായിരുന്നു, ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞോ, അപ്പോഴേ അവള് കട്ട് ചെയ്യും. അവിടെയാണ് ഈ കുഴപ്പം. പിള്ളേരോട് വേറെ എന്തെല്ലാം ചോദിക്കാനുണ്ടോ, ചോദിക്കത്തില്ല. അതൊന്നും ഒറ്റയ്ക്ക് വളരുന്ന, അതായത് ഒരു അപ്പൻ്റെ കൂടെ അമ്മയുടെ കൂടെ വളരുന്ന കുട്ടികളിൽ മറ്റേയാൾക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാ ദിവസവും വേണ്ട, ആഴ്ചയിലൊന്ന് ഇപ്പൊ സ്കൈപ്പിലൊക്കെ വന്ന് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് വിളിക്കുന്ന ഒരു എക്സ്പെൻസ് അല്ലല്ലോ, പണ്ടത്തെ പോലെയല്ല. പണ്ട് ഒരു എഴുത്തൊക്കെ അയക്കില്ലായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ അത്രയ്ക്കും ഒരു മിസ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊന്നും പിള്ളേർക്ക് വരുന്നില്ല. അതൊന്നും അല്ല കാരണം. അതുപോലും ഇല്ല, എങ്കിലും അവര് യാന്ത്രികമായിട്ട് അങ്ങ് ജീവിക്കുകയാണ്. വിളിക്കാനും സംസാരിക്കാനും കാണാനും ഒക്കെ ഇത്രയേറെ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ബന്ധപ്പെടാതിരിക്കുന്ന എത്രയോ അതുകൊണ്ട്. പക്ഷെ ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഓപ്പോസിറ്റ് സെക്സിനോടാണ് ഇഷ്ടം. പെൺകുട്ടികൾക്ക് അപ്പനോടും ആൺകുട്ടികൾക്ക് അമ്മയോടും ഒരു അറ്റാച്ച്മെന്റ് കൂടുതൽ വരും. അപ്പൊ അതുകൊണ്ട് അപ്പന്റെ കൂടെ വളരുന്ന പെൺകുട്ടിയെ അപ്പന് കൂട്ടത്തിലെല്ലാം കുടിക്കാൻ മേലേ, പാചകം ചെയ്യിക്കാൻ മേലേ, തുണി കഴുകാൻ പഠിപ്പിക്കാൻ മേലേ. ഇത് ഇപ്പൊ എനിക്ക് വിവാഹമോചനത്തിന് വരുന്ന കേസുകളിൽ 90% പെൺകുട്ടികൾക്ക് കുക്കിംഗ് അറിയില്ല, അടുക്കള എവിടാന്നറിയില്ല. ഈയിടെ ഒരു അമ്മയോട് ഞാൻ പറഞ്ഞു, ഒരു ഓട്ടോറിക്ഷ പിടിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു, 10 വീട്ടിൽ അടുക്കള കാണിച്ചിട്ട് വരാം. അടുക്കള കാണിക്കാൻ കൊണ്ട് അടുക്കള അറിയില്ല. പിന്നെ ഈ എന്താ പറയുക, ബ്രെഡും മുട്ടയും മാഗി നൂഡിൽസും ഇതൊക്കെ ആയിട്ടാണ് ജീവിച്ചു പോകുന്നത്. എനിക്ക് വിവാഹമോചനത്തിന് വന്ന ഒരു കേസിൽ അമ്മ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, +2 മുതൽ അവള് ഹോസ്റ്റലായിരുന്നു, എഞ്ചിനീയറിങ്ങിന് ഹോസ്റ്റലായിരുന്നു. പിന്നെ അവിടുന്ന് പ്ലേസ്മെന്റ് ആയി. പിന്നെ അവൾ എൻ്റെ കൂടെ നിന്നിട്ടില്ല. അത് കാരണം അവൾക്കറിയില്ല. അപ്പൊ ഈ +2 വരെ അമ്മയുടെ കൂടെ ഇല്ലായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. +2 വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പഠിപ്പിക്കേണ്ടത് എപ്പോഴാ? ഒരു 5 വയസ്സ് 6 വയസ്സ് മുതൽ അവനവന്റെ അണ്ടർ ഗാർമെന്റ്സ് എങ്കിലും കഴുകാൻ പെൺകുട്ടികളെ പരിശീലിപ്പിക്കാം അമ്മമാർക്ക്. അതെ, അത്രയും ചെയ്യിക്കാം. എനിക്കിപ്പോ വന്ന ഞാൻ ഒത്തിരി വേദനിച്ചൊരു കേസ് എനിക്കുണ്ടായിരുന്നു. ഒരു +2 പഠിക്കുന്ന പെൺകുട്ടി പ്രഗ്നന്റ് ആയി വന്ന ഒരു കേസാണ്. അവള് 5 months ക്യാരിങ് എൻ്റെ അടുത്ത് വരുമ്പോൾ. അപ്പൊ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറയുന്നത്, ഞാൻ എല്ലാ മാസം അവൾക്ക് പാഡ് കൊടുത്തായിരുന്നു. അതോടെ അമ്മയുടെ പണി തീർന്നു. അവൾ ഇത് ഉപയോഗിച്ചോ, ഇവക്ക് സംഭവം ഉണ്ടോ, ഇതൊന്നും അമ്മ അറിഞ്ഞില്ല. പാഡ് കൊടുത്തു. അത് ഞാൻ അലമാരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാ മാസവും ഞാൻ കൊടുത്തു. എന്നുവെച്ചാൽ അതാണോ തെളിവ്? ഈ അമ്മമാരിങ്ങനെ ഒത്തിരി പൊട്ടത്തരത്തിൽ ചിന്തിക്കുന്ന അമ്മമാരുണ്ട്. അതുപോലെ എല്ലാ മാസം അവർക്ക് സംഭവിക്കേണ്ടത് സംഭവിക്കുന്നുണ്ടോ, അല്ല അവർക്ക് എന്താ സംഭവിക്കുന്നത്, അത് അമ്മമാരറിയണം. അവരുടെ മുഖത്ത് നോക്കിയാൽ ഒരമ്മയ്ക്ക് മനസ്സിലാവില്ലേ ഒരു പെൺകുട്ടിയുടെ മാറ്റം.
അപ്പൊ ആ മാറ്റം 5 മാസം പ്രഗ്നന്റ് ആയിട്ട് അമ്മ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അബോർഷൻ നടത്തേണ്ട സമയവും കഴിഞ്ഞ് അങ്ങനെ എത്ര കേസാ വരുന്നത്? എത്ര കേസ് ഒരു വർഷാവസാനം. എനിക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ വരുന്നത് ഈ സ്കൂൾ അടയ്ക്കുന്ന ആ ടൈം ഉണ്ടല്ലോ, ലാസ്റ്റ് ഇട്ടെ ആ സമയം ഇവിടെ കല്യാണോറപ്പീര്, കല്യാണങ്ങൾ എല്ലാം നടക്കുന്ന ആത്മഹത്യാശ്രമങ്ങൾ, ആത്മഹത്യ എല്ലാം നടക്കുന്നത് ഈ സമയത്ത്. കാരണം അവരുടെ ആ ലൈംഗികതയുടെ ഒരു പീക്ക് ടൈം എന്ന് വരുന്നത് ടീനേജ് അല്ലേ, ആ അഡോളസെന്റ് ഏജ് അല്ലെ ടീനേജിൽ വരുമ്പോഴത്തേക്ക് ആ അട്രാക്ഷനൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വീട്ടുകാരറിയാതെ കല്യാണം കഴിക്കുന്ന ഒത്തിരി കുട്ടികളുടെ കേസുണ്ട് എനിക്കിപ്പോൾ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കേസ് വന്നു. അവള് ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആംബുലൻസിന്റെ ഡ്രൈവറുടെ കൂട്ടത്തിൽ പോയി കല്യാണം കഴിഞ്ഞു. അവളോട് ഞാൻ സംസാരിച്ചു വരുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ജാനുവരി 12-ന് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിഞ്ഞ 1 വർഷമായിട്ട് വീട്ടുകാർ അറിഞ്ഞില്ല. വീട്ടുകാരുടെ സമയമാകുമ്പോൾ പറയാനിരിക്കുക, എനിക്ക് എല്ലാ വർഷവും കുറച്ച് താലി കിട്ടും, കുറച്ച് മോതിരം കിട്ടും. ഇതൊക്കെ ഞാൻ ഏതെങ്കിലും നേർച്ചപ്പെട്ടിയിൽ നിക്ഷേപിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ പാവപ്പെട്ട പെൺകുട്ടിക്ക് കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, അമ്മമാരെ അറിയുന്നില്ല ഇതൊന്നും. മക്കൾ കല്യാണം കഴിച്ചാൽ അറിയുന്നില്ല, അവർ ഗർഭം ധരിച്ചാൽ അറിയുന്നില്ല. അപ്പൊ ഒരു പെൺകുട്ടിയോട് അത്രയും അറ്റാച്ച്മെന്റ് പോരാ ഒരമ്മയ്ക്ക്. എല്ലാ ദിവസവും അവളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. എല്ലാ ദിവസവും അവളോട് ചോദിക്കണം, ആരാണ് നിന്റെ കൂട്ടുകാരൻ? ആ കൂട്ടുകാരനോട് കൂട്ടുകാരുണ്ടാവും, തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് സെക്സിനോട് ഇഷ്ടം ഉണ്ടാകും, കൂട്ടുകാരുണ്ടാവും. അപ്പൊ അത് എങ്ങനെയുള്ള ഒരു കൂട്ടാണ്? ബോയ്സിനോട് വർത്താനം പറയുന്നതല്ല കുഴപ്പം, ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് പോകുന്നത്, അവരുടെ കൂടെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോകുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന പിള്ളേർ എതിലേക്കാണ് പോകുന്നത്? എന്തൊക്കെയാ കാണിക്കുക? വരുന്ന ഒന്നും നമുക്ക് പബ്ലിക്കായിട്ട് വിളിച്ചു പറയാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ്. അത്രമാത്രം വേദന ഉണ്ടാക്കുന്ന, മനപ്രയാസം ഉണ്ടാക്കുന്ന കേസുകളാണ് പെൺകുട്ടികളുടെ വരുന്നത്. അപ്പം അവരുടെ ആ ഒരു ലൈംഗികതയിൽ അവർക്ക് എന്തും ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് തോന്നുകയാണ്. കുട്ടികളുടെ ബോക്സിൽ നിന്ന് നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാം കിട്ടുന്നുണ്ട്. ഗർഭനിരോധന ഉപയോഗ സാധനങ്ങൾ, പിൽസ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറുകളിൽ അന്വേഷിച്ചാൽ അറിയാം. പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്, പെൺകുട്ടികൾ, കല്യാണം കഴിച്ചവരല്ല. അപ്പൊ നമ്മുടെ കുട്ടികളുടെ മൊറാലിറ്റിയെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് കുടുംബത്തിൽ നിന്ന് കൊടുക്കേണ്ട വാല്യൂ, അത് ലൈംഗികത മാത്രം പോരാ, അതിനൊരു മൊറാലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. അത് പേരൻസ് കൊടുക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ഇന്ന് കുടുംബത്തിലാണ്, ഈ കുടുംബത്തിനൊരു വിലയുണ്ട്. അതിനപ്പുറത്തേക്ക് നിനക്ക് പോകാൻ പാടില്ല, നീ തറയാവാൻ പാടില്ല. അത് കൊച്ചിലെ മുതൽ കുട്ടികളിൽ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾ അത്രയൊന്നും പോകില്ല. പിന്നെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കാൻ, ഒരു പുരുഷനോടുള്ള ബന്ധത്തിൽ എവിടം വരെ എത്ര ഡിസ്റ്റൻസ് നീ കീപ്പ് ചെയ്യണം, നിന്റെ ശരീരം വിശുദ്ധമായി സൂക്ഷിക്കാൻ നീ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അതെ, ആ പ്രാർത്ഥനാശീലങ്ങളും ഒക്കെ പെൺകുട്ടികൾക്ക് കൊടുക്കുക. മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ, അശുദ്ധ ചിന്തകൾ വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ, അല്ല അത് കൂടെ കുമ്പസാരിപ്പിക്കുകയോ കൂടെ പള്ളി കൊണ്ടുപോകുക, അത് അമ്മയും കൂടെ പോകണം. അല്ലാതെ സമയമാകുമ്പോൾ പെണ്ണിനെ തന്നെ പറഞ്ഞു വിട്ടാലും പോരാ. അമ്മയും കൂടെ പോയി ആ കൊച്ചിന്റെ കൂട്ടത്തിൽ നല്ലൊരു ഫ്രണ്ടായിട്ട് എല്ലാം മനസ്സിലാക്കുന്ന ഒരു അമ്മയായിട്ട് മാറുകയാണെങ്കിൽ പെൺകുട്ടികളിൽ എനിക്ക് തോന്നുന്നു പകുതി പ്രശ്നങ്ങൾ ഒഴിവാകും. പിന്നെ പെൺകുട്ടികളെ കുറിച്ച് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്നുള്ള ആകുലത എന്ന് പറയുന്നത് ആണിനോടൊപ്പം ആ ഒരു ആണത്വത്തിലേക്ക് വരുന്നുണ്ട് പെണ്ണ്. ആ സ്ത്രീത്വത്തിന്റെ മഹനീയത അവള് വിട്ടുകളയുന്നുണ്ട്. അതാണ് നമ്മൾ വിഷമത്തോടെ നോക്കേണ്ട ഒരു കാര്യം. പെണ്ണായതുകൊണ്ട് എന്തും ചെയ്യാം, അത് പാടില്ല. പെണ്ണിന് ചെയ്യാവുന്നതുണ്ട്, ഡൂസ് ആൻഡ് ഡോൺസ്. ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ തലത്തിൽ നമ്മൾ ഒരുപോലെ വന്നാലും നമ്മൾ പെൺകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അത് ആൺകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അല്ല, പെൺകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന. ഒരു കുടുംബത്തിന് വേണ്ടി അവളെ ഒരുക്കണം. ഇപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, എന്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ പറയും, നീ വേറൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടതാ. ആ വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണായതുകൊണ്ട് നീ കുക്ക് ചെയ്യാൻ പഠിക്കണം, നീ തുണി അലക്കാൻ പഠിക്കണം, നീ വരയ്ക്കാൻ തൂക്കാൻ പഠിക്കണം, അത് അല്ലെങ്കിൽ നീ മറ്റു മനുഷ്യരോട്, മുതിർന്നവരോട് ബഹുമാനത്തോടെ പെരുമാറാൻ പഠിക്കണം. ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന പരിശീലനങ്ങളായിരുന്നു. സൈക്കോളജിക്കലി പെണ്ണുങ്ങൾ എപ്പോഴും നമ്മുടെ കൾച്ചറിൽ, ഇന്ത്യൻ കൾച്ചറിൽ പുരുഷനേക്കാൾ ഒരുപടി താന്നിരിക്കുന്ന കൾച്ചറാണ്. അത് ഇന്നത്തെ പെൺകുട്ടികൾക്ക് അത് ഇഷ്ടമൊന്നുമില്ല. ഇത് ഫെമിനിസത്തിന്റെ ലോകമാണ്. അതുകൊണ്ട് താന്നിരിക്കണമെന്ന് ഞാൻ പറയില്ല. എനിക്ക് വന്നൊരു കേസിൽ ഒരു പെണ്ണിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാനും BDS അവനും BDS, ഞാനും പല്ല് പറിക്കുന്നു അവനും പല്ല് പറിക്കുന്നു, ഞാനും മംഗലാപുരത്ത് പഠിച്ചു അവനും മംഗലാപുരത്ത് പഠിച്ചു, ഞാനും കാശുണ്ടാക്കുന്നു അവനും കാശുണ്ടാക്കുന്നു, ഞങ്ങൾ തമ്മിലെന്താ വ്യത്യാസം? എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, അവന്റെ മൂക്കിന്റെ താഴെ മീശ, നിന്റെ മൂക്കിന്റെ താഴെ മീശയില്ല, അതൊരു വ്യത്യാസമാണ്. നീ അത് ആ ആണത്വത്തെ നീ അംഗീകരിക്കാൻ നോക്ക. സ്ത്രീത്വത്തിന് ചെയ്യാൻ പറ്റുന്നത് വേറെ. പെൺകുട്ടികളുടെ ആ ഒരു സ്ത്രീത്വം എന്താണ് എന്ന് അവളെ മനസ്സിലാക്കി കൊടുത്ത് വളർത്തുക. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ സ്ത്രീ എന്ന് പറയുന്നത്
അതുപോലെ ചില കുട്ടികൾക്ക് ഇതിനോട് വിരക്തിയുള്ളവരുണ്ട് വളരെയധികം. കല്യാണം കഴിക്കുന്നേയില്ല. ഓ കല്യാണം. ഇപ്പൊ ഒത്തിരി കേസസ് പെൺകുട്ടികളുടെ ഇടയിൽ കല്യാണത്തോട് വെറുപ്പ്. ബട്ട് അവർക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ട്, അവർ കറങ്ങി നടക്കുന്നുണ്ട്, അവർ ബിയർ പാർലറുകളിൽ പോകുന്നുണ്ട്. പഴയതിനേക്കാൾ പെൺകുട്ടികൾ ബിയർ പാർലറുകളിൽ പോകുന്നുണ്ട്. എനിക്ക് ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഒരു കേസ് നല്ല പുറത്ത് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കാര്യം പറയുന്നില്ല. പക്ഷെ അവൾ നന്നായി മദ്യപിക്കും, പബ്ലിക് കോൺഫറൻസുകളിൽ മദ്യപിക്കും, കുടി നിർത്താൻ വേണ്ടി വന്നിരിക്കുക. പിന്നെ ഒരു ഡോക്ടറുടെ കേസ് ഉണ്ടായിരുന്നു, അതും അതുപോലെ തന്നെ ഒരു ഫുൾ ബോട്ടിൽ 2 പാക്കറ്റ് സിഗരറ്റ് ഇല്ലാതെ ഒരു ദിവസം പോവില്ല. അങ്ങനെ അപ്പൊ അതായത് ആ പഴയ സ്ത്രീത്വം അല്ല, സ്ത്രീത്വത്തിന്റെ മുഖം മാറിപ്പോയി. പക്ഷേ നമ്മുടെ കുടുംബങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ വിവാഹമോചനങ്ങളിലേക്കും ഇത്രയേറെ ഇതിലേക്കും പോകുന്നത്. അതായത് പുരുഷനോടൊപ്പം സന്തോഷത്തോടെ ഒരു കുടുംബം കൊണ്ടുപോകേണ്ടതാണ് ആ സ്ത്രീത്വത്തിന്റെ കഷ്ടപ്പാടുകളൊന്നും എന്നെ കൊണ്ട് വയ്യ എന്നുള്ള ഒരു അവസ്ഥ മിക്ക പെൺകുട്ടികളിലും ഇപ്പൊ കാണുന്നുണ്ട്. മുതിർന്നു വരുന്നവര് അല്ല, അവരിപ്പോ ഹോസ്റ്റലിൽ വിട്ടാലും ഉണ്ടല്ലോ ഈ തുണിയെല്ലാം പെറുക്കി ഇങ്ങ് പോരുക, ഇവിടെ വന്ന് അമ്മ അലക്കി കൊടുത്ത് വിടുക, ഈ അണ്ടർ ഗാർമെന്റ്സ് പോലും. അപ്പൊ കല്യാണം കഴിച്ചു കഴിയുമ്പോ കെട്ടിയമാര് പറയുന്ന അവള് പറിച്ചു കൂട്ടി അവിടെ ഇട്ടിട്ടുണ്ടെന്ന്. ഇത് എപ്പോ കൊടുക്കേണ്ടതാ? ഇത് 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഒരു പെൺകുട്ടിക്ക് കൊടുക്കേണ്ട പരിശീലനമാണ്. കുളിക്കാൻ പോകുമ്പോൾ നീ ഇത് ചെയ്യണം, അപ്പൊ നീ ഇത് കഴുകി വെക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ആ പേരൻസിന്റെ ഒരു ഉത്തരവാദിത്വമാണ് പെൺകുട്ടികളെ പെൺകുട്ടികളായിട്ട് വളർത്തുക, പെണ്ണിനെ പെണ്ണായിട്ട് വളർത്തുക, ആ സ്ത്രീത്വത്തിന്റെ ആ ഒരു എല്ലാ നന്മകളോടും കൂടി വളർത്തുക. അവരുടെ ലൈംഗികപരമായ മാറ്റങ്ങൾ, ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട്. പുരുഷൻ വലിയൊരു ഈഗോയിഡ് ആ ഒരു ഉടമയാണ് പുരുഷൻ. അവന്റെ ഒരു ആധിപത്യ പ്രവണത, സ്ത്രീത്വത്തിന്റെ ഭാവം അതല്ല, ഒരു വിധേയത്വ ഭാവമാണ്, അടക്കം ഒതുക്കൊക്കെ. അപ്പൊ ആ ഒരു ഭാവത്തിൽ പെൺകുട്ടികളെ വളർത്തുക. ഈ ലൈംഗികതയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഒന്ന് പറഞ്ഞോട്ടെ, ഈ പിന്നെ വിവാഹ ജീവിതത്തിൽ ലൈംഗിക ബന്ധത്തെ ഭയപ്പെടുന്ന പെൺകുട്ടികളുണ്ട്, പുരുഷനെ ഭയപ്പെടുന്ന പെൺകുട്ടികൾ വരുന്നുണ്ട്. അത് ചെറുപ്പത്തിൽ വളർത്തുന്നതിന്റെ കുഴപ്പമാണ്, ഈ പേടിപ്പിച്ച് വളർത്തും. ആണുങ്ങളെ കാണാതെ പൂട്ടിയിട്ടും വളർത്തണ്ട. ശരിക്കും ഞാൻ പറയും, മിക്സഡ് സ്കൂളിലോ മിക്സഡ് കോളേജിലോ ഒക്കെ പഠിച്ച് ആൺ പെൺ ആ ഒരു വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി വളരാമെങ്കിൽ അങ്ങനെയുള്ള കുറച്ചുകൂടെ ഓപ്പോസിറ്റ് സെക്സിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യാനും ഒക്കെ പഠിക്കുന്നത് മിക്സഡ് എഡ്യൂക്കേഷനിൽ നിന്നാണ്, കോ എഡ്യൂക്കേഷനിൽ നിന്ന്. കോ എഡ്യൂക്കേഷൻ തന്നെയാണ് നല്ലത്. കണ്ടു വളരണം, അറിഞ്ഞു വളരണം. പിന്നെ പ്രത്യേകിച്ചും ഓപ്പോസിറ്റ് സെക്സിന് മുമ്പിൽ ഒരു കുറച്ചുകൂടി ഡീസന്റ് ആയിരിക്കും. തീരെ ഒരു അങ്ങനെ ഞാൻ പല സ്കൂളുകളിലും കാണാറുണ്ട്, ആണും പെണ്ണും ഒരുമിച്ച് വളരുന്ന സ്കൂളുകളിൽ ചില അച്ഛന്മാരൊക്കെ ആൺകുട്ടികളെ ഒരുക്കും, ഇവര് പെങ്ങന്മാരാണ്, അവര് ബസ്സൊക്കെ കയറുമ്പോൾ നിങ്ങൾ വേണം പ്രൊട്ടക്ട് ചെയ്യാൻ അവരെ, മറ്റുള്ളവർ. അപ്പൊ ഇവരിങ്ങനെ കൊണ്ടുപോയിക്കോളും, വേറെ ആരും തൊടാതെ, വേറെ ആരും നോക്കാതെ. അപ്പൊ അങ്ങനെ അതൊരു പരിശീലനല്ലേ, അത് ഒരു പരിശീലനമാണ്. അപ്പൊ ആ പരിശീലനം കൊടുക്കുകയാണെങ്കിൽ ആണിന് പെണ്ണിനെ ബഹുമാനിക്കാനും പെണ്ണിന് ആണിനെ ബഹുമാനിക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ പെണ്ണിന്റെ ആ ഒരു ലൈംഗികത എന്ന് പറയുന്നത് ആണിന്റെ ലൈംഗികത പോലെയല്ല. ആണെന്ന് പറയുന്നത് ബിറ്റ്വീൻ 15 and 75. അവൻ ഒരിക്കൽ ആണായാൽ അവനൊരു 75 വരെ ആണാണ്. സ്ത്രീയിൽ അങ്ങനല്ല, ബിറ്റ്വീൻ 15 and 45 ആണ് അവിടെ നല്ല കാലമായിട്ട് കരുതപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ പോകുന്നുണ്ട്, 55-60 വരെ പോകുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും സ്ത്രീയുടെ എല്ലാ ദിവസത്തെയും സ്വഭാവം ഒരുപോലെയല്ല, പെൺകുട്ടികളുടെ എല്ലാ ദിവസത്തെയും സ്വഭാവം ഒരുപോലെയല്ല. കാരണം ഈ ഹോർമോണൽ ഇംബാലൻസസ്. അപ്പൊ അവൾക്ക് പല സമയമുണ്ട്, മെൻസ്ട്രൽ ടൈം ഉണ്ട്, ഓവുലേഷൻ ടൈം ഉണ്ട്, അല്ലാത്ത സമയമുണ്ട്. അപ്പൊ ഇതിനനുസരിച്ച് ഇവൾക്ക് മൂഡ് ചേഞ്ചസ് ഉണ്ട്. ഇത് പെൺകുട്ടികൾക്ക് അവരുടെ ലൈംഗികതയുടെ മാത്രം പ്രത്യേകതയാണ്. പിന്നെ 45 അല്ലെങ്കിൽ ഒരു 55 ഒക്കെ ആകുമ്പോഴത്തേക്ക് മെനോപോസിലേക്ക് പോകണം. അപ്പൊ ഈ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ അവളുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തും. ഇതൊക്കെ പെൺകുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ, പുരുഷനും അറിഞ്ഞിരിക്കണം. അല്ല, പെൺകുട്ടികളിൽ സെൽഫ് അവയർനെസ് ഉണ്ടാവുമല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് മൂടിയായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇന്ന് എനിക്ക് നല്ല ഡ്രസ്സ് ഇടാൻ തോന്നാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇന്നൊരു പനി പോലെ തോന്നുന്നത്, എന്തുകൊണ്ടാണ് കുളിരുന്ന പോലെ തോന്നുന്നത്. അപ്പൊ അത് അവളുടെ ആ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ആണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതിനെ അവൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പൊ വർക്കിംഗ് നമ്മളെല്ലാ ദിവസവും എല്ലാം പോകുന്നു. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അവധിയെടുത്ത് വീട്ടിൽ ഇരിക്കുന്ന പിള്ളേരുണ്ട്, സ്കൂളിൽ പോകാത്ത പിള്ളേരുണ്ട്. അതൊരു വലിയ പ്രശ്നമായിരുന്നു ഇന്നത്തെ പെൺകുട്ടികളിൽ. ആ 2 ദിവസങ്ങളിൽ, പീരീഡ് ആവുന്ന 2 ദിവസങ്ങളിൽ എല്ലാ ആക്ടിവിറ്റീസിൽ നിന്നും ഒഴിഞ്ഞ് ഒത്തിരി പാമ്പർ ചെയ്യുന്നതല്ലേ. ഇത് മോളെ, ഇത് ശാരീരികമായ ഒരു ഇതാണ്, ഇത് എല്ലാവർക്കും ഉള്ളതാണ്, ഇതിനോട് പയ്യെ നീ താതാത്മ്യപ്പെടണം, നീ ഒരു സ്ത്രീയാണ്, ഇതിനോട് ഇതുമായിട്ട് നീ ജോലിയും കാര്യങ്ങളും അത് പറഞ്ഞു കൊടുക്കുന്നതിന് വലിയ കാര്യമാണെന്ന് അത് മനസ്സിലാക്കുന്നത്. ഞാൻ എന്തോ സംതിങ് ആയിരിക്കുന്നു, ഞാനൊരു സ്ത്രീയാണ്, അമ്മയാണ്. അതെ, എല്ലാ മനുഷ്യന്റെയും മനസ്സിലെ നന്മയാണ് സ്ത്രീ. ഏറ്റവും വലിയൊരു ചാലക ശക്തിയായി മാറേണ്ടവളാണ് സ്ത്രീ. അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അതിന്റെ മഹനീയത മനസ്സിലാകും. നമ്മുടെ ആത്മീയ കാര്യങ്ങളിൽ
കുട്ടികൾക്ക് വേണ്ടത്ര അറിവ് ലഭിക്കാതെ പോകുന്നതാണോ പ്രധാനമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള വഴികളിലേക്ക് കുട്ടികൾ നീങ്ങാൻ കാരണം? ഇപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ആത്മീയതയായിട്ട് ചെറുപ്പത്തിൽ വളർത്തും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവരെ ഹോസ്റ്റലിൽ വിട്ടു, അവരുടെ ആത്മീയതയെക്കുറിച്ച് വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല, എല്ലാം കൈവിട്ടു എല്ലാം കൈവിട്ടു പോകുന്ന ഒരവസ്ഥ. കൊച്ചിലെ പള്ളിയിലൊക്കെ കൊണ്ടുപോകും, പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ആത്മീയതയുടെ കുറവുണ്ട് കേട്ടോ. ദൈവാനുഭവത്തിന്റെ കുറവാണല്ലോ പൈശാചികമായ അനുഭവം വരുന്നത്. കാരണം കുർബാനയൊക്കെ കൊള്ളുന്നില്ല, കൂടെ പ്രാർത്ഥിക്കുന്നില്ല, കുമ്പസാരിക്കുന്നു. നമ്മളെപ്പോഴും എന്തിനാ എപ്പോഴും കുമ്പസാരിക്കണം, കുർബാനയൊക്കൊള്ളണം? കുട്ടികളോട് ഒരു 15 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിർബന്ധമായി കുമ്പസാരിച്ചിരിക്കണം, കുർബാനയായിക്കൊണ്ടിരിക്കണം. അതിപ്പോൾ മക്കൾ എത്ര വെളിയിലാണെങ്കിലും അമ്മമാർക്കൊക്കെ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്. നീ ഇന്ന് പള്ളിയിൽ പോയോ? രാവിലെ എഴുന്നേൽപ്പിക്കാം, അവരെ പള്ളിയിൽ വിടാം, പള്ളിയിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. അങ്ങനെയുള്ള ആത്മീയമായ കാര്യങ്ങളിൽ പേരൻസ് ശ്രദ്ധിക്കാതെ വരുമ്പോൾ കുട്ടികൾ വഴിപഴിച്ച് പോകാം. പിന്നെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കാലം. കാരണം ഏറ്റവും നല്ല ഡ്രസ്സ്, ഏറ്റവും നല്ല ചെരുപ്പ്, ഏറ്റവും നല്ല ഓർണമെന്റ്സ്, ഇത് കുട്ടികൾക്ക് ഇന്നൊരു ഹരമായി മാറിയിരിക്കുന്നു. കാശ് എവിടെ കിട്ടുമോ, പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞു, കാശ് എവിടെ കിട്ടുമോ അവിടെ പോയി കാശ് ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യും. ആ ഒരു ലെവലിലേക്ക് നമ്മുടെ പിള്ളേർ താഴുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൊച്ചൊരു പുതിയ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ ഒരു അമ്മയ്ക്ക് ചോദിക്കാൻ പറ്റുന്നത് ഇതെവിടെ കിട്ടി? കൂട്ടുകാരിയുടെ എന്ന് പറയുമ്പോൾ ഏത് കൂട്ടുകാരിയുടെ? നേരാണോ? കൂട്ടുകാരിയുടെ തന്നെയാണോ? അങ്ങനെ കൂട്ടുകാരിയുടെ ഡ്രസ്സ് ഇടണ്ട, മറ്റുള്ളവരുടെ ഡ്രസ്സ് അങ്ങനെ ഇടണ്ട, എന്തിനാ നീ കൂട്ടുകാരിയുടെ മാറുന്നത്? ഇതൊക്കെ അമ്മയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ വഴിപഴിച്ച് പോകുന്നുണ്ട് ഒത്തിരി പെൺകുട്ടികൾ. അപ്പോൾ നമുക്ക് പാരൻസ് ഉണർന്ന് ഇരിക്കുക. പെൺകുട്ടികളാണെന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. പഠിച്ച് നല്ല പൊസിഷനിൽ, ഇവിടെ എന്തോരം നല്ല പൊസിഷനിൽ പെൺകുട്ടികൾ എത്തുന്നു. അതെ, അവർക്കൊരു നല്ല ആഗ്രഹം കൊടുക്കുക, നല്ല സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുക, അതിനുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാക്കി കൊടുക്കുക, ലവ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് വളർത്തുക. പെൺകുട്ടികൾ നല്ലവരായി പോയിക്കോളും. സ്ത്രീത്വം വളരെ വിലയുള്ളതാണെന്നും അതിൻ്റെ നന്മകൾ മനസ്സിലാക്കി മാതാപിതാക്കൾ പെൺകുട്ടികളെ വളർത്തിയെടുക്കണമെന്നും വളർത്തിക്കൊണ്ടുവരാൻ അവരെ സഹായിക്കണമെന്നും മാഡം വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതിലേക്കുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. ഇമെയിൽ info@shalomtv.com. യൂത്ത് ഗൈഡിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.